എല്ലാവർക്കും നമസ്കാരം. വീണ്ടും നമ്മുടെ ചാനലിന്റെ പേരറിയാലോ, മൈ ഡ്രീംസ് എന്നാണ് പേര്. അപ്പോൾ ഇന്ന് ഞാനും ഒരു കുക്കിംഗ് ആയിട്ടാണ് കേട്ടോ വന്നേക്കണത്. കുക്കിങ്ങിന്റെ പേര് ഞാൻ പറയാട്ടെ. ഇതിന് പാചകം വേറെ ഒന്നുമല്ല, ചക്ക പൊരിക്കലാട്ട. ചക്ക പൊരിച്ചതും എല്ലാവരും അത്ഭുതപ്പെട്ടില്ലേ? ചക്കയും കൊണ്ട് എന്തെന്നാണെന്നല്ല എല്ലാവരും അത്ഭുതപ്പെടുന്നത്. ഞാൻ കാണിച്ചേട്ടാ, ഒരു വെറൈറ്റി ആണ്. എല്ലാവരും ഇത് പരീക്ഷിക്കണം കേട്ടോ. ഇത് നമുക്ക് ചക്ക കിട്ടാൻ പ്രയാസമൊന്നുമില്ല കേട്ടോ. പക്ഷെ നമ്മളിവിടെ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടോ പാവൂട്ടൊക്കെ ചക്ക കിട്ടാനായിട്ട്. അങ്കമാലി സൈഡ് അങ്ങനെ മിക്ക സ്ഥലത്ത് ചക്കയുണ്ട് ഇഷ്ടമാതിരി. ഇപ്പം ഇവിടെ എല്ലാവരും ഇത് പരീക്ഷിക്കണം കേട്ടോ. ഈ ചക്ക പൊരിക്കൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാവേ. ഇതുണ്ടോ, ചക്ക നല്ലോണം ഇങ്ങനെ കുരുവൊക്കെ കളഞ്ഞ് നല്ല ക്ലിയർ ആക്കി എടുക്കണം. അതിൻ്റെ ആ തൊലിയൊക്കെ ഇല്ലേ, ആ ഉള്ളിലത്തെ പാടയൊക്കെ കളയണം കേട്ടോ. എല്ലാവരും കളഞ്ഞ് നല്ല വൃത്തിയാക്കി ഞാൻ ചക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് എന്തെന്നാണ് ശരി കൂടുന്നല്ലേ എല്ലാവരും വിചാരിക്കുന്നത്. ഞാൻ കാണിക്കാവേ. അധികം ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല കേട്ടോ. പക്ഷേ ഈ സാധനം വളരെ ടേസ്റ്റുമാണ് കേട്ടോ. ഇത് നമുക്ക് വന്നത് ഞാൻ മൈദ എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഞാനിപ്പോൾ 1 കിലോ മൈദയാണ് ഇപ്പം ഞാൻ മേടിച്ചേക്കണത്. 1/2 കിലോ തന്നെ വേണമെന്നില്ല കേട്ടോ. നമുക്ക് ആവശ്യത്തിന് മാത്രമേ നമുക്ക് കളിക്കാൻ മതി. അത് ഒരുപാട് ഇട്ട് കലക്കി നിങ്ങൾ വെറുതെ വേസ്റ്റ് ആക്കണ്ട കേട്ടോ ഐറ്റംസ് ഒന്നും. അതെ, ഇത്രയും മൈദ എടുക്കട്ടുള്ളൂ കണ്ടോ. ഇത്രയും മതി നമ്മുടെ ഇതിന് ആവശ്യത്തിന്. ഞാനിതിലേക്ക് ഉപ്പും ചേർക്കണുണ്ട്. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഇത്തിരി ഉപ്പും ചേർത്ത് ശരിക്കും നല്ല പഴുത്ത ചക്കയില്ലേ, ഇങ്ങനെ ഓരോ നാട്ടിൽ ഓരോ പേരാണ് പറയുന്നത്. ചില നാട്ടിലൊക്കെ ഉഴിയൻ ചക്കയെന്ന് പറയും. നല്ല പഴുത്ത് ഇങ്ങനെ ആയിട്ടിരിക്കുന്ന ചക്കേന. ആ ചക്കയൊക്കെ ആണെങ്കിൽ കുരുപ്പാടെ നമുക്കത് ചെയ്യാം. കുരു കളയണ്ട ആ ചക്കക്ക്. വെറുതെ നമ്മൾ അതിൻ്റെ ആ ഞാല് പോലത്തെ സാധനമില്ലേ, ആ സാധനം കളഞ്ഞിട്ട് നമുക്ക് മാവിൽ അത് മുക്കിപ്പൊരിക്കാം ആ സാധനം. അപ്പം ഞാനിട്ട് ഉപ്പ് ചേർത്ത് ഇതിനകത്ത് മൈദ ഇട്ട് ഇത്തിരി പഞ്ചസാരയും കൂടി ഞാൻ ചേർക്കണം കേട്ടോ. കാരണം ഈ ചക്കക്ക് ഇച്ചിരി മധുരം കുറവാണ്. ഇപ്പം നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ നമ്മൾ പഞ്ചസാര ചേർക്കേ വേണ്ട. ഞങ്ങളോട് ഇത്തിരി പഞ്ചസാര ചേർക്കാനുണ്ട് കേട്ടോ. മതി, ഒരു ലേശം പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ചേർത്തേക്കുന്നത്. അത് മതി. അല്ലെങ്കിൽ കൂടുതലായി പഞ്ചസാരയൊക്കെ ആണെങ്കിൽ നമുക്ക് ചട്ടി വന്ന് പോരാൻ ഭയങ്കര പാടാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഇത്തിരി ഉണ്ടോ ഇത്രയും മതി. നമുക്ക് ഐറ്റംസ് ഒക്കെ കുറേശ്ശെ ഇട്ടാൽ മതി. പിന്നെ നിങ്ങൾക്ക് ആളുടെ വീട്ടിലുള്ള ആളുടെ എണ്ണ അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ ഇത്തിരി കൂടുതലും ഒക്കെ ആയിട്ട് വേണം. ഞാൻ കോൺഫ്ലവർ പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ക്രിസ്പിക്ക്. അത് നമുക്ക് അതിഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, അപ്പം അതും കൂടി ഞാൻ ചേർക്കുന്നുള്ളേ. ഇത്രയും മതി കണ്ടോ. ടീസ്പൂൺ പകുതി, 1 ടീസ്പൂൺ ഞാൻ തികച്ചിട്ടിട്ടില്ല കേട്ടോ. അത്രയും മതി നമുക്കത്. ഒരുപാടിട്ട് നിങ്ങൾ കോളാക്കരുത് കേട്ടോ. ഇത് വെള്ളം ഞാനിട്ട് ഞാൻ വെള്ളം ഒഴിക്കും. കലക്കിയെടുക്കണം കേട്ടോ. കലക്കിയെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലൂസായിട്ട് ഇങ്ങനെ എടുക്കണ്ട കേട്ടോ. ഒരു ഇച്ചിരി കട്ടിയിൽ, അതായത് നമ്മ അപ്പം ചൂടാനൊക്കെ എടുക്കണ ആ ഒരു ഇതില്ലേ, ആ ഒരു ലെവലിലാണ് നമ്മളിത് കലക്കിയെടുക്കേണ്ടത് ശരിക്കും. പിന്നെ നമുക്ക് ഇതിൽ ഈ കലക്കണ മാവിലില്ലേ മുളക് പൊടി വേണമെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ. അതായത് കാശ്മീരി മുളക് പൊടി അധികമായിട്ട് ലേശം. അതായത് ഇതിൻ്റെ ചക്കയുടെ മധുരവും എരിവും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ട്, അങ്ങനെ വെച്ചാൽ നല്ലതാണ് കേട്ടോ. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ വെച്ചാൽ ഭയങ്കരമായിട്ട് എരിവിടരുത് കേട്ടോ. ഒരിത്തിരി ഒരു ലേശം മുളക് പൊടി മാത്രം ഇടാം. അതേപോലെ തന്നെ കട്ടകളൊക്കെ ഇങ്ങനെ ഉടച്ച് നമ്മൾ കൊടുക്കണം. അതിൽ കട്ടയൊന്നും പാടില്ല കേട്ടോ. അതേപോലെ തന്നെ ഇങ്ങനെ ഇത്തിരി കലക്കി ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ ഇത്തിരി മുളക് പൊടി ചേർക്കാൻ പോകുന്നുണ്ട്. എനിക്ക് ഇഷ്ടം അത്
എരിവും അതിൻ്റെ മധുരവും ഇതൊക്കെ ഉണ്ടോ എല്ലാവരും നോക്കിയാൽ ഇത്രയും മതി കേട്ടോ. ഞാൻ ചേർത്തേക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്തേക്കുന്നത്. കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിലും നമുക്ക് സാധാ മുളക് പൊടി ഒരു ലേശം ചേർത്താൽ മതി കേട്ടോ. അത് ഭയങ്കരമായിട്ട് എരിവ് ഇടരുത് കേട്ടോ, കാരണം അതിൻ്റെ ടേസ്റ്റ് തന്നെ വേറെ ആയി പോകും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറേ ചിട്ടാൽ മതി നമ്മൾ. സെറ്റ്. ഞാൻ ഇത് ലേശം പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. മധുരം പോരായികയുണ്ട്. ഞാൻ ഇത്തിരി കൂടി പഞ്ചസാര ചേർക്കുകയാണ് ഇതിൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചക്കക്ക് മധുരം കുറവാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർക്കുന്നത്. ചക്കക്ക് മധുരം കൂടുതലാണെങ്കിൽ നിങ്ങൾ പഞ്ചസാര ചേർക്കുകയും ചെയ്യരുത്, ഭയങ്കര മധുരമായിപ്പോകും. അതുകൊണ്ടാണ് പറയുന്നത്. ചിലർക്ക് മധുരം ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാകും അധികം, ചിലർക്ക് മധുരം ഇഷ്ടപ്പെടുന്നവരുണ്ടാവും കേട്ടോ. അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഒന്നുകൂടി ഞാൻ എല്ലാം കൂടി ഇളക്കി ചേർക്കുകയാണ്. ഞാനിപ്പോഴത്തെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി വെക്കണം. ഞാനൊരു പാൻ വെക്കുകയാണ്. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ. പാനിൻ്റെ വെള്ളം വറ്റി നല്ലോണം ചൂടായി കഴിയുമ്പോൾ മാത്രം എണ്ണ ഒഴിക്കുക കേട്ടോ, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. പാനിൻ്റെ ചൂടായി എണ്ണയൊക്കെ പറ്റാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല ആ വെള്ളമൊക്കെ വറ്റി കഴിയണം. കഴിഞ്ഞിട്ട് ഞാൻ ഓയിൽ ഒഴിക്കാൻ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ വെള്ളം വറ്റിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഓയിൽ ഒഴിക്കാവൂ കേട്ടോ, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ നീക്കി നിന്നിട്ട് പൊഴിക്കണത് ഓയില വില എന്തായാലും. കാരണം എനിക്ക് ഈ സാധനം കുറച്ച് പേടി ആയതുകൊണ്ടാണ്. ഇതിലൊഴിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കും വെള്ളത്തെപ്പാടെ. അതുകൊണ്ട് ഒരുപാട് എണ്ണ ഒഴിക്കണ്ട കേട്ടോ. നിങ്ങൾ ആവശ്യത്തിന് മാത്രം എണ്ണ ഒഴിച്ചാൽ മതി. നമുക്കറിയാമല്ലോ ഇപ്പം ചിലതിൽ ചട്ടിയിൽ പെട്ടെന്ന് എണ്ണ വലിഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് നിങ്ങൾ അതനുസരിച്ച് എണ്ണ ഒഴിച്ചാൽ മാത്രം മതി കേട്ടോ. ഇനി എണ്ണ നല്ലോണം ചൂടാവട്ടെ. ഞാൻ എണ്ണയൊക്കെ നല്ലോണം ചട്ടിയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ, ആവി പോകുമ്പോൾ ചട്ടി ചൂടായിന്നാണ്, എണ്ണ ചൂടായിന്ന് കേട്ടോ എൻ്റെ അർത്ഥം വന്നത്. ചില ആൾക്കാർ ഇങ്ങനെ മാവിച്ചിരി ഒഴിച്ച് ചൂടായോന്ന് കേട്ടോ. ഞാൻ അങ്ങനെ ഒഴിച്ച് നോക്കണില്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ കൈ വെക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ ചൂടായി ഇങ്ങനെ എൻ്റെ അർത്ഥം കേട്ടോ. ഇനിത്തെ എൻ്റെ കൈക്ക് രണ്ടെണ്ണം വൃത്തിയായിട്ട് കഴിഞ്ഞു. നമുക്ക് ഈ കയ്യിൽ മാറ്റി വെക്കാം. കയ്യിൻ്റെ ആവശ്യം കഴിഞ്ഞു. നമുക്ക് ഈ കൈ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. തീ കുറച്ച് വെക്കണേ. നമ്മൾ ഇതുണ്ടാക്കുന്നു. ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങോട്ടിങ്ങനെ മുക്കണം. ഓരോന്നും ഇങ്ങനെ മുക്കി തന്നെ കൊടുക്കണേ. ലാസ്റ്റ് വേണം നമുക്ക് കയ്യിലും കൊണ്ട് ഈ സാധനം കോരി ഇടാനായിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. കോരിട്ടില്ലെങ്കിൽ എന്താണെന്നറിയാമോ, മാവ് ഇതിൽ പിടിക്കില്ല. ലാസ്റ്റ് മാവ് ഒരുപാട് ബാറ്റി വരും നമുക്കങ്ങനെ. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. ഇപ്പോഴത്തെ മൂന്നെണ്ണം ഞാനിതിൽ മുക്കി വെച്ചിട്ടുണ്ട് മാവിൽ. എന്നിട്ട് കോരി ഒടിക്കാൻ പോണേ. ഈ സാധനം ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഇത് ഒരു ദിവസം ഞാനില്ലേ എവിടെയാണ് എറണാകുളത്ത് പോയപ്പോഴാണ് ഞാൻ ഈ സാധനം ഞാൻ കഴിച്ചത്. എറണാകുളം കൊച്ചി ഭാഗങ്ങളിലൊക്കെ ഈ സാധനം
ഒരുപാട് തട്ടുകടയിലൊക്കെ ഇഷ്ടംമാതിരി സാധനമുണ്ട്. ഞാൻ അങ്ങനെയാണ് ഇങ്ങോട്ട് ഒരു ഇതുണ്ടെന്ന് എനിക്ക് അറിവ് കിട്ടിയത് അവിടെ നിന്നാണ്. ഞാൻ കഴിച്ചപ്പോൾ ഇതിനുള്ളിൽ ചക്കക്കുരുവൊക്കെ ഉണ്ടായിരുന്നേ. ആ ചക്കക്കുരു പോലും നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു. അവർ നമുക്ക് തരുമ്പോൾ അത് നല്ല ടേസ്റ്റായിരുന്നു. അത് കാണാനും ഒരു ഭംഗിയായിരുന്നു ശരിക്കും. ആ ഒരു ഇതിൽ നമുക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതിനകത്ത് നമ്മൾ ഒരു കൂട്ടം ഞാൻ ചേർത്തില്ല കേട്ടോ. ആ ഒരു കൂട്ടനകത്തെ ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഇപ്പോൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കില്ല, പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇവിടെ ലേശം മഞ്ഞപ്പൊടി വരും. അതായത് ആ മഞ്ഞപ്പൊടി കിട്ടാൻ വേണ്ടി. അപ്പം അതേപോലെ ഞാനും ഇത് കണ്ടു ലേശം ഒരു മഞ്ഞപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതായത് ആ ഒരു മഞ്ഞപ്പ് കിട്ടാൻ വേണ്ടി മാത്രം നിങ്ങളും അതേപോലെ തന്നെ ചേർക്കണേ. ലേശം മഞ്ഞപ്പൊടി മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഒരുപാട് ഇടരുത്, മഞ്ഞപ്പൊടി കുത്തുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അതിനൊന്ന് ചേർത്തിട്ട് കുറേശ്ശെ മാത്രം ചേർത്താൽ മതി. ഞാൻ തിരിച്ചിരി കൂട്ടി വെച്ചിട്ടുണ്ട്. ഞാനിത് മറച്ചിടാൻ. ഇത് ഏത് ചക്കയും കൂടി ഇങ്ങനെ ചെയ്യട്ടെ. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് വടിച്ച ചക്കയാണ്. ഞാൻ പറഞ്ഞത് പഴപ്ലാവ് ചക്കയും നമുക്കിത് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ. നല്ല പഴുത്ത ചക്കയിൽ ചെയ്യുന്നതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. അതിൻ്റെ നല്ല മധുരവും ആ ഒരു സ്മെല്ല് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ആ ചക്കയ്ക്ക് വന്നത്. അതൊക്കെ ശരിക്കും നമുക്കതറിയാൻ പറ്റും, ആ ഒരു മണം. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയണ്ട. ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞില്ലേ ഞങ്ങളുടെ നാട്ടിൽ മഴയില്ലാന്ന് പറഞ്ഞില്ലേ, ചൂടാണെന്ന് പറഞ്ഞില്ലേ. ഞങ്ങളിവിടെ മഴ പെയ്തിട്ടോ. ഇപ്പം ഈ പിച്ചിതേക്കും കൂടി ഒരു മഴ ഉണ്ടായിരുന്നേ. മഴക്കാരിങ്ങനെ വെച്ച് നിൽക്കണം കേട്ടോ മഴ പെയ്യാനായിട്ട്. ഇനി രാവിലെ തുടങ്ങി ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് വെയിൽ തെളിഞ്ഞിട്ടേ ഇല്ല. അതുകൊണ്ട് ചൂടൊക്കെ വളരെ കുറവാണ്. നല്ലൊരാശ്വാസമുണ്ട് ഇപ്പം എല്ലാവർക്കും. കാരണം ചൂട് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിരുന്നു. ചൂട് കൊണ്ട് എല്ലാവർക്കും, കാരണം നമ്മുടെ മേത്തെല്ലാം ചൂട് കൂടുതലും അങ്ങനെയൊക്കെ ഇരുന്നു എല്ലാവരുടെ അടുത്തും. അപ്പം അതുകൊണ്ട് അടച്ചിട്ട് എല്ലാവർക്കും മാറി. ഒരു മഴ കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നിയിട്ട് ശരിക്കും. അതും പറഞ്ഞാൽ ആരും മഴയ്ക്കൊന്നും ഇറങ്ങിയെടുത്തിട്ടാണ്. കാരണം പനി പോയി നടക്കുകയാണ്. എല്ലായിടത്തും എലിപ്പനി, ഡെങ്കിപ്പനി ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കണം കേട്ടോ. ഒന്നും കൂടി ചക്ക കണ്ടല്ലോ നല്ലോണം മുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. എടുത്ത ശരിക്കും നമ്മൊരു പഴംപൊരിയൊക്കെ ഉണ്ടാക്കണ ഒരു ഇതുപോലെ ഇവിടെ ചക്കര നല്ല മണം വന്നിട്ട് ചക്ക പൊരിയുമ്പോൾ നല്ലൊരു മണം, ഒരു സ്മെല്ല്, അതൊന്ന് വേറെ കേട്ടാ. ശരിക്കും നമുക്കത് അനുഭവിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലത്. പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പഴംപൊരിക്ക് നല്ലൊരു സ്മെല്ല് വരില്ല. അതേപോലെ തന്നെ ചക്ക പൊരിക്ക് ഒരു സ്മെല്ല് കിട്ടും. നല്ല മണമാണ്. അത് നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നിങ്ങളെയാണ് പറയുന്നത് ഇതേപോലെ തന്നെ കമൻറ്റിൽ നിങ്ങൾ ഇടണം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് നല്ലതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് എന്തായാലും. ഇങ്ങനൊരു ഇതുണ്ടെന്ന് തന്നെ ആർക്കും അറിയാത്തവരുണ്ടോ ഇഷ്ടമാതിരി ഒരു ചക്കയും കൂടി ഇങ്ങനൊരു കൂട്ടം ഉണ്ടാക്കുമെന്ന് ആർക്കും അറിയാത്തവരുണ്ട് കേട്ടോ ശരിക്കും. എന്താ നല്ലോണം ഇതായിട്ടുണ്ട്. ഞാനിത് ഇടിഞ്ഞെടുക്കാൻ പോകണേ കേട്ടോ. കാരണം ഒരുപാട് ഇതായിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല, കരിഞ്ഞ ചുവ വരും അതിന്. അതുകൊണ്ട് ഞാൻ എടുക്കാൻ പോവാണ്. നമ്മെപ്പോഴും ഇതെടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറച്ചിടണം കേട്ടോ. എന്നാലും അത് വേവുള്ളൂ ശരിക്കും. അതിൻ്റെ ഉള്ളിൽ ഇതാണെങ്കിലും ചക്കയാണെങ്കിലും അത് വെന്താതെ ടേസ്റ്റ് വരുള്ളൂ നമുക്ക്. അല്ലെങ്കിൽ ആ പൊടി മാത്രമായിട്ട് വെന്തിരിക്കുള്ളൂ. ചക്ക ആണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ.
അപ്പം അതുകൊണ്ടിട്ട് നമ്മൾ എപ്പോഴും ഒരു കൂട്ടടുപ്പത്തെന്ന് വെച്ചാൽ ഈ കുറച്ചിട്ടാണ് കേട്ടോ ഞാനിത് എടുക്കണം ഈ സാധനം. അതുകൊണ്ട് ഈ കുറച്ച് പോരാൻ പോലെയാണ്. പിന്നെ നല്ലോണം ഞാൻ തെക്കി കളഞ്ഞിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അടുത്തൊരു തന്നെ ഇടാൻ പോകണേ. ഇതേപോലെ തന്നെ നമുക്ക് ഒരു കൈനാശത്തിൽ ഞാൻ മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ടായില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, കളർ കിട്ടാനുള്ളത്. ഈ കഷ്ടത്തിൽ ഞാൻ മഞ്ഞപ്പൊടി കലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കുറച്ചിട്ട് വേണം കേട്ടോ. ഇപ്പോഴും അതിൽ നമ്മൾ ഇടുമ്പോഴായിട്ട് ചക്ക ആയതുകൊണ്ട് ചിലപ്പോൾ പൊട്ടിത്തെറിക്കുമായിരിക്കും കേട്ടോ. ഞാൻ മൂന്നാമത്തുള്ളതും ഇതേപോലെ തന്നെ മാവിൽ മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ വലിയ ചട്ടിയൊക്കെ ആണെങ്കിലൊക്കെ നമുക്ക് ഒരുപാട് ഇട്ട് കൊടുക്കാവേ. പിന്നെ ഒരു മീഡിയം ചട്ടി ആയതുകൊണ്ട് ഞാൻ കുറേച്ചാണ് ഇടുന്നത്, 2-3. അല്ലെങ്കിൽ വേറെ ഒന്നല്ല, എല്ലാത്തിൻ്റെയും ഇങ്ങനെ ഒട്ടിപ്പിടിക്കുമ്പോൾ മറിച്ചിടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളത് നമുക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തീ കൂട്ടണേ കേട്ടോ. തീ കൂട്ടി വെച്ചിട്ടുണ്ട് ഞാനത്. ഇനി നല്ലോണം മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ പയ്യെ കുറച്ചിടണേ. എന്നിട്ട് പിന്നെ നമുക്ക് മറച്ചിട്ടുണ്ട് നമുക്ക് ഇതേപോലെ തന്നെ കണ്ടോ ഈ ഒരു ഇതാവും നമുക്കത് എടുക്കാവുന്നതാണ്. ഞാൻ ചക്ക മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് തീ കൂട്ടിയിട്ടുള്ളതിൽ ഞാൻ കുറച്ചിട്ടുണ്ട് കേട്ടോ. വീണ്ടും ഞാൻ കുറച്ച് ഞാൻ മറിച്ചിടാൻ പോണേന്. നമ്മളിത് മറിച്ചിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ചിലവർക്ക് നമുക്ക് അടുക്കളയ്ക്ക് ഒരു പരിചയമില്ലാത്തവരും ഇത് മറിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് അപകടങ്ങൾ നമുക്ക് വരും. മറിച്ചിടുന്നുണ്ട്. മഞ്ഞപ്പൊടി ചേർക്കുമ്പോഴാണ് ആ മഞ്ഞപ്പ് ശരിക്കും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ഭംഗി വേറെ ഒന്നാണ് കേട്ടോ. അത് നല്ലൊരു കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അത് ഞാൻ ആദ്യം ഉണ്ടാക്കിയതിനേക്കാൾ നല്ല കളറ് ശരിക്കും ഇതിന് വന്നിട്ടുണ്ട് കേട്ടോ. അത് കണ്ട നിങ്ങൾക്ക് ശരിക്കും എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നമ്മൾ കറികളായാലും എന്തെങ്കിലും കൂട്ടം മറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അതിൻ്റെ ഒരു കുറവ് അത് തന്നെ കേട്ടോ. അത് വേറെ ഒന്ന് തന്നെയാണ്. ഞാനിപ്പോൾ എനിക്കൊരു ഇത് പറ്റിപ്പോയിട്ടാണ് കേട്ടോ. അത് ഞാൻ മറന്നുപോയി മഞ്ഞപ്പൊടി ചേർക്കാനായിട്ട്. പിന്നെ നമുക്ക് കളറിൻ്റെ പൊടി നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ പറ്റും. ഇപ്പോൾ റെഡ്, യെല്ലോ അങ്ങനെയുള്ളതൊക്കെ. പക്ഷെ അത് നമ്മളൊന്നും ഇതേപോലെ ചേർക്കരുത് കേട്ടോ. മേടിച്ച് പല പല കെമിക്കലും സാധനങ്ങളൊക്കെ ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ മഞ്ഞപ്പൊടി മുളകൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. നമുക്കത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. എൻ്റെ തീ ഒന്നുകൂടി ഇത് കൂട്ടണേ. ഇത് പൊടിയാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ കൂട്ടി വെച്ചേക്കുന്നത്. ഓക്കെ, ഇപ്പോഴത്തെ ഞാൻ രണ്ടാമത് നല്ലോണം മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ അതേപോലെ തന്നെ തീ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിത് കഴിഞ്ഞ് ഞാനിത് എടുക്കാൻ പോകുന്നതിന് അതുകൊണ്ട് ഞാൻ തീ ഓഫ് ചെയ്യണേ കേട്ടോ. അത് ഞാനത് ചോറെടുക്കണം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ചക്കപ്പൊരിയാണ് കേട്ടോ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് 100% ഉറപ്പാണ് കേട്ടോ. വീട്ടിൽ ചക്ക ഉള്ളവരും ഇല്ലാത്തവരും ചക്ക അവിടെ നിന്ന് കിട്ടുമല്ലോ. അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ
എന്തായാലും നിങ്ങൾ ഇത് വീണ്ടും വീടുണ്ടാക്കും, എനിക്ക് നല്ല ഉറപ്പാണ് ഈ സാധനം. ഞാൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ അപ്പച്ചനെയാണ് ഞാനിന്ന് വിളിക്കുന്നത്. ഒരു വീഡിയോയിലും ഞാൻ അപ്പച്ചനെ പരിചയപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഇതാണ് എൻ്റെ അപ്പച്ചൻ. അപ്പച്ചൻ്റെ ഓഫീസ് കച്ചവടം ഉണ്ട് അപ്പച്ചന്. ഇന്ന് അപ്പച്ചൻ അതുകൊണ്ട് ഇന്ന് വീട്ടിൽ നേരത്തെ എത്തിയത് കൊണ്ട് കേട്ടാ ഞാൻ അപ്പച്ചനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിക്കണം കേട്ടാ. ഞാൻ നോക്കാം. കൊള്ളാമോ അപ്പച്ച? സൂപ്പർ കേട്ടല്ലോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഇത്. അപ്പൊ വീണ്ടും അടുത്ത ഞായറാഴ്ച നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അടുത്ത ഞായറാഴ്ച എല്ലാവരും ചോദിക്കുള്ളേ ഒരാഴ്ച എത്തി എവിടെ പോകുന്നു? വേറെ ഒന്നുമല്ല കേട്ടോ. ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച ഞാൻ ഹോസ്റ്റലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ എല്ലാ ഈ ഞായറാഴ്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഒരാഴ്ചത്തോളം ഗ്യാപ്പ് നമ്മുടെ ഇടയിൽ വന്നത്. വേറെ ഒന്നും കൂടി കൂടിയിട്ടല്ല. അപ്പം അതുകൊണ്ട് ഇനി നമുക്ക് അടുത്ത ഞായറാഴ്ച വീണ്ടും കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും എൻ്റെ വക നന്ദി, നമസ്കാരം, ടാറ്റാ.